അല്ലെങ്കിൽ ഈ അടുത്തിടെയൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ ഏറെ ഇടം പിടിച്ചതാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി അച്ഛ അല്ലെങ്കിൽ അമ്മ ഇതെനിക്ക് വേണം എന്ന് പറയുമ്പോൾ പ്രൈസ് നോക്കിക്കഴിഞ്ഞ് നമ്മുടെ മുഖത്ത് വരുന്ന ഒരു നിരാശ ആ കുട്ടിയെയും ബാധിക്കും. അപ്പോൾ ഇതിന് ഇങ്ങനെ കുറേ ആൾക്കാർ ദരിദ്രരായി അല്ലെ അതിദരിദ്രരായി ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. അതിനാരാണ് ഉത്തരവാദികൾ? ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് വാക്കാണ് അതിദാരിദ്ര്യ മുക്ത കേരളം. പക്ഷേ അതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഈ കേരളത്തെ എത്തിച്ചതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും സംരംഭകർ വഹിക്കുന്ന ഒരു പങ്കുണ്ട്. എത്ര കുടുംബങ്ങൾ ആണ് ഈ ഒരു സംരംഭകൻ്റെ കീഴിൽ ഈ പറയുന്ന അതിദാരിദ്ര്യമല്ല, അവർ സമ്പന്നതയിലേക്ക് എത്താൻ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പം അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന ടാഗ് ലൈൻ്റെ അകത്ത് വലിയൊരു പങ്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കേരളത്തിലെ സംരംഭകർക്ക് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, ഇവരെ സീറോയിൽ എത്തിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത് അല്ലേ, നമ്മൾ ദാരിദ്ര്യമുക്തമാക്കിയെന്ന്. ഇതാണോ ശരിക്കും വേണ്ടേ? ഈ കളിയുടെ പേര് ഈ സീറോയിലേക്ക് എത്തുക എന്നുള്ളതല്ലല്ലോ, അവർക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവണം. ഇനി നമുക്ക് വേണ്ട ഒരാശയം എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിലും ഒരു സംരംഭകൻ. ഇതായിരിക്കണം നമ്മളിനി മുന്നോട്ട് വെക്കേണ്ട ആശയം. ഇതാണ് ഞങ്ങൾ ദ കിങ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ്. കേരളത്തിലെ ഓരോ കുടുംബത്തിലും ഒരു സംരംഭകൻ ഉണ്ടാകുക എന്നുള്ളത്.